നിശ്ചയിക്കപ്പെട്ട ആരാധനാരീതിയായ പെസഹയില്ലാതെ പാപമോചനത്തിന്റെ വാഗ്ദാനം പ്രാപിക്കാൻ നമുക്ക് മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ? തീർച്ചയായും ഇല്ല. അതുകൊണ്ടാണ് യേശു തന്നെ ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന് പുതിയ നിയമത്തിന്റെ പെസഹ എന്ന വിശുദ്ധ ആരാധനാ നിയമം സ്ഥാപിച്ചത്. നാം അതിനെ കൽപ്പനകൾ, ചട്ടങ്ങൾ, നിയമങ്ങൾ എന്നിങ്ങനെ വിളിക്കുന്നു. പെസഹ ആചരിക്കുന്നതിനെക്കുറിച്ച് യേശു എന്തു പറഞ്ഞു? ലൂക്കോസ് അധ്യായം 22 ഒരു പ്രധാന സന്ദേശമുള്ളതിനാൽ നമുക്കത് വീണ്ടും ധ്യാനിക്കാം. ലൂക്കോസ് 22 അധ്യായം 7 വാക്യം. പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു. നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവിനെന്ന് പറഞ്ഞു. യേശു തന്റെ പ്രധാന ശിഷ്യന്മാരായ പത്രോസിനെയും പെസഹ ഒരുക്കുവാൻ അയച്ചു. അതെന്തുകൊണ്ടെന്നാൽ അവിടുന്ന് മൽക്കീസേദെക്കും ദൈവവുമാണ്. യേശു മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ ഒരു മഹാപുരോഹിതനാണെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നതിനാൽ യാഗം ആടുകളുടെയോ കോലാടുകളുടെയോ രക്തം കൊണ്ടല്ല അർപ്പിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് അർപ്പിക്കേണ്ടത്? മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നതുപോലെ അവിടുന്ന് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് എല്ലാ മനുഷ്യരാശിക്കും നിത്യജീവന്റെ വിരുന്ന് നൽകി. എന്നാൽ ദൈവം നമുക്ക് നൽകിയ നിത്യജീവന്റെ ഈ ആരാധനയിൽ നാം പങ്കുചേരുന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നിത്യജീവനും പാപമോചനവും ലഭിക്കുകയില്ല. ഇതിനാലാണ് യേശു ഈ പെസഹ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞത്. അതൊരു അർത്ഥമില്ലാത്ത പ്രവൃത്തി, വെറുതെ ഒരു കഷണം അപ്പം തിന്നുകയും ഒരു കപ്പ് വീഞ്ഞു കുടിക്കുകയും ചെയ്യുന്നത് ആയിരുന്നെങ്കിൽ അവിടുത്തേക്ക് അത് അത്ര ആകാംക്ഷയോടെ ആഗ്രഹിക്കാൻ ഒരു കാരണവും ഉണ്ടാകുമായിരുന്നില്ല. എല്ലാത്തരം പരിഹാസങ്ങളും നിന്ദയും പീഡനവും നേരിട്ടിട്ടും മനുഷ്യരാശിക്ക് വേണ്ടി തീക്ഷ്ണമായി പ്രയത്നിച്ച് ദൈവം നമുക്ക് രക്ഷ നൽകുവാൻ ഈ ഭൂമിയിലേക്ക് വന്നു. ഇത് നമ്മുടെ രക്ഷയുമായി ബന്ധമില്ലാത്തതാണെങ്കിൽ അവിടുന്ന് എന്തിനാണ് ഇത് ചെയ്തത്? ശരിയല്ലേ? പെസഹയ്ക്ക് തീർച്ചയായും ഒരു നിശ്ചിത സമയമുണ്ട്. ലേവ്യ 23 അധ്യായം 4 വാക്യത്തിൽ തീയതി വ്യക്തമായി ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: 1 മാസം 14 സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹ. നമുക്ക് വാക്യം 14 തുടർന്ന് നോക്കാം. സമയമായപ്പോൾ അവൻ അപ്പസ്തലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു. അവൻ അവരോട്, ഞാൻ കഷ്ടമനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. യേശു മൽക്കീസേദെക്ക് ആയതുകൊണ്ടാണ് അവിടുന്ന് പെസഹ ഭക്ഷിക്കാൻ അത്രയധികം ആഗ്രഹിച്ചത്. അപ്പവും വീഞ്ഞും കൊണ്ടുള്ള ആരാധനയുടെ മാതൃക കാണിച്ച് അവിടുന്ന് മനുഷ്യരാശിയെ പഠിപ്പിക്കേണ്ടിയിരുന്നു. ദൈവത്തിന് സ്നാനം ആവശ്യമില്ലായിരുന്നു. ഇത് സത്യമല്ലേ? എന്നിരുന്നാലും ദൈവം പാപികൾക്കുള്ള സ്നാനം സ്വീകരിച്ചു. എന്തുകൊണ്ടാണ് അവിടുന്ന് അങ്ങനെ ചെയ്തത്? അവിടുന്ന് നമുക്കൊരു മാതൃക നൽകുകയായിരുന്നു. ഈ എല്ലാ ചട്ടങ്ങളും നിയമങ്ങളും ദൈവത്തിനു വേണ്ടിയുള്ളതല്ല. ദൈവം അവ സ്ഥാപിക്കുകയും പാലിക്കാൻ കൽപ്പിക്കുകയും വഴി പഠിപ്പിക്കുകയും ചെയ്തു. ദൈവം ന്യായദാതാവാണ്. പാപമോചനം നേടി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് നമുക്കീ പാത സ്ഥാപിച്ചത്. സ്വന്തം നിമിത്തമല്ല അവിടുന്ന് പെസഹയും ശബ്ബത്തും സ്ഥാപിച്ചത്. ശരിയല്ലേ? അപ്പോൾ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും വഴിപാടായി കൊണ്ടുവന്നതുപോലെ മൽക്കീസേദെക്കിന്റെ പൊരുളായ യേശു ക്രിസ്തു പെസഹയുടെ അപ്പവും വീഞ്ഞും മുഖാന്തരം മനുഷ്യരാശിക്ക് നിത്യജീവന്റെയും പാപമോചനത്തിന്റെയും അനുഗ്രഹം നൽകുന്ന രംഗം നമുക്ക് നോക്കാം. നമുക്ക് വാക്യം 19 നോക്കാം. പിന്നെ അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്കു വേണ്ടി നൽകുന്ന എന്റെ ശരീരം. ഇതൊരു വെറും അപ്പക്കഷണമല്ല, എന്റെ ശരീരം എന്നു പറഞ്ഞ് യേശു ഈ അപ്പത്തിന്റെ അർത്ഥം ഉറപ്പിച്ചു. എന്റെ ഓർമ്മയ്ക്കായി ഇതു ചെയ്വിൻ എന്നു പറഞ്ഞു. ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പെസഹ വീഞ്ഞടങ്ങിയ പാനപാത്രം എടുത്ത് ഇപ്രകാരം പറഞ്ഞു. അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്കു വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. മൽക്കീസേദെക്കായി ഭൂമിയിൽ വന്ന അവിടുന്ന്
അപ്പവും വീഞ്ഞും മുഖാന്തരം പാപമോചനവും നിത്യജീവനും നൽകുന്ന ദൈവത്തിന്റെ ചട്ടങ്ങളും നിയമങ്ങളുമാകുന്ന സത്യത്തിലേക്ക് നമ്മെ ഉണർത്തിയെങ്കിൽ ആ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ദൈവജനമായി നാം മാറേണ്ടതല്ലേ? യേശു ഈ സത്യം പ്രഖ്യാപിക്കവേ അവിടുന്ന് അരുളി ചെയ്തു, ഇതാണ് പുതിയ നിയമം, ഇതൊരു പുതിയ വാഗ്ദാനമാണ്. മെൽക്കീസേദക്കിന്റെ നിയമമായ പെസഹ ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യവർഗത്തിന് പാപമോചനമോ നിത്യജീവനോ സ്വർഗരാജ്യമോ രക്ഷയോ പ്രത്യാശിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് നാം ആചരിക്കുന്ന പെസഹ നിത്യജീവൻ വാഗ്ദാനം ചെയ്യപ്പെട്ടതും ഉറപ്പു നൽകപ്പെട്ടതുമായ പെസഹയാണ്.